അപ്പൊ ഇതാണ് ഐറ്റം. ഒത്തിരി പേര് പറയാറുണ്ട് നമ്മളെ നേച്ചർ ഡ്രോയിങ് ഒക്കെ ഒഴിവാക്കി ചേച്ചി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്താ ഇതുപോലൊരു ബോർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചുറ്റുള്ള ആൾക്കാർ കൊണ്ടുതരാറുണ്ട്. ഈ ഒരു ഫ്ലൈവുഡ് പീസും പെയിന്റും ഒക്കെ എനിക്ക് നാട്ടിലത്തെ ചേട്ടന്മാരൊക്കെ കൊണ്ടുതന്നതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ കൂടി ആട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ ഫ്ലൈവുഡ് പീസിൽ ഇതാ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അത് ക്ലേ വെച്ച് അടച്ചതിന് ശേഷം വൈറ്റ് ബേസ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നീലാകാശം വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുന്നിൻ ചെരുവ് പോലത്തെ ഒരു ലുക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും ചെയ്യുന്ന പോലെ മലയും കുന്നും തോടും അരുവിയൊക്കെ തന്നെയല്ലേ ഇന്നും വരാൻ വേണ്ടി പോകുന്നെന്ന് വിചാരിക്കുന്നവരോട് അല്ല, ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. ഗസ്റ്റ് ഇച്ചിരി സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ചുറ്റുപാടും നമ്മളൊന്ന് കളർഫുൾ ആക്കിയതാണ്. ആ ഒരു ഗസ്റ്റിന് ഇതൊക്കെ തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇത്രയും നാൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. ഇത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒത്തിരി സമയം എടുത്തു. ഓൾമോസ്റ്റ് 2-2.5 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ ഒരു മിനിറ്റിൽ കാണുന്നത് കേട്ടോ. എന്തായാലും ഇത്രയും കണ്ടതല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സീ യു, ടാറ്റാ.